സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത് പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് കാണാൻ സാധിക്കുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ 100 ചോദ്യങ്ങളിൽ ഒരു 80 ചോദ്യത്തിനെങ്കിലും നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ ഉത്തരം കിട്ടുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഏറ്റവും വലിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഏറ്റവും വലിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനം കർണാടകയാണ്. കർണാടക. മഴവില്ലിൽ ഏറ്റവും താഴെയായിട്ട് കാണപ്പെടുന്ന ഘടകവർണം ഏത്? മഴവില്ലിൽ ഏറ്റവും താഴെ കാണപ്പെടുന്നത് ഏതാണ്? വയലറ്റ് ആണ്. വയലറ്റ്. മുകളിലായിട്ട് ചുവപ്പ്, നടുക്ക് പച്ച. മഴവെള്ള സംഭരണം നിർബന്ധമാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. മഴവെള്ള സംഭരണം നിർബന്ധമാക്കിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാടാണ്. തമിഴ്നാട്. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ ഇന്ത്യക്കാരി. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരി കൽപ്പന ചൗളയാണ്. കൽപ്പന ചൗള. ഒരു നിശ്ചിത സ്ഥലത്ത് അനുഭവപ്പെടുന്ന വായുവിന്റെ ഭാരം അറിയപ്പെടുന്നത് അന്തരീക്ഷ മർദ്ദം. ഒരു നിശ്ചിത സ്ഥലത്ത് അനുഭവപ്പെടുന്ന വായുവിന്റെ ഭാരമാണ് അന്തരീക്ഷ മർദ്ദം. രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്ന ജീവകം. ജീവകം അല്ലെങ്കിൽ വൈറ്റമിൻ ഏതാണ്? ജീവകം കെ ആണ്. രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്ന ജീവകം ഏതാണ്? ജീവകം കെ. കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രാവിറ്റി ഡാം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രാവിറ്റി ഡാം ഏതാണ്? ചെറുതോണിയാണ്. ചെറുതോണി. കോട്ടുക്കൽ ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കോട്ടുക്കൽ ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ല. കോട്ടുക്കൽ ഗുഹാക്ഷേത്രം. കാണാതായ കുട്ടികളെ കണ്ടെത്തുന്നതിനായിട്ട് കേരള ഗവൺമെന്റ് രൂപം നൽകിയ പദ്ധതി. കാണാതായ കുട്ടികളെ കണ്ടെത്തുന്നതിനായിട്ട് കേരള ഗവൺമെന്റ് രൂപം നൽകിയ പദ്ധതി ഓപ്പറേഷൻ വാത്സല്യ. ഓപ്പറേഷൻ വാത്സല്യ. ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട് എന്നറിയപ്പെടുന്നത് ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട് എന്നറിയപ്പെടുന്നത് താർ മരുഭൂമിയാണ്. താർ മരുഭൂമി. കേരളം ഭരിച്ച ഏക മുസ്ലിം രാജവംശം ഏതാണ്? കേരളം ഭരിച്ച ഏക മുസ്ലിം രാജവംശം അറയ്ക്കൽ രാജവംശമാണ്. അറയ്ക്കൽ രാജവംശം. മഹാഭാരതം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര്? മഹാഭാരതം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ്. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. അന്തർദേശീയ രസതന്ത്ര വർഷമായിട്ട് ആചരിച്ച വർഷം ഏതാണ്? അന്തർദേശീയ രസതന്ത്ര വർഷം 2011 ആണ്. 2011 ഏത് വർഷമായിട്ടാണ് ആചരിച്ചത്? അന്തർദേശീയ രസതന്ത്ര വർഷം. ഗാലക്സികൾ തമ്മിലുള്ള ദൂരം അളക്കുന്നതിനുള്ള യൂണിറ്റ്. ഗാലക്സികൾ തമ്മിലുള്ള ദൂരം അളക്കുന്നതിനുള്ള യൂണിറ്റ് ആണ് പാർസെക്. പാർസെക് എന്തിനുള്ളതാ? ദൂരം അളക്കുന്നതിനുള്ള യൂണിറ്റ് ആണ്. ഗാലക്സികൾ തമ്മിലുള്ള ദൂരം അളക്കുന്നതിനുള്ള യൂണിറ്റ് ആണ് പാർസെക്. കേരള കായിക മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരം ഏതാണ്? GV രാജ പുരസ്കാരം അല്ലെങ്കിൽ ഗോദവർമ്മ രാജ പുരസ്കാരമാണ് കേരള കായിക മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരം. കോഴിക്കോട് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? കോഴിക്കോട് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? മലപ്പുറം ജില്ലയിലാണ് കോഴിക്കോട് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്. ചെടികൾ പുഷ്പിക്കുവാനുള്ള കാലദൈർഘ്യം കുറയ്ക്കുന്നതിനായിട്ട് സസ്യഭാഗങ്ങളെ ശീതീകരണ പ്രക്രിയയ്ക്ക് വിധേയമാക്കുന്ന രീതി വെർണലൈസേഷൻ. വെർണലൈസേഷൻ. ചെടികൾ പുഷ്പിക്കുവാനുള്ള കാലദൈർഘ്യം കുറയ്ക്കുന്നതിനായിട്ട് സസ്യഭാഗങ്ങളെ ശീതീകരണ പ്രക്രിയയ്ക്ക് വിധേയമാക്കുന്ന രീതിയാണ് വെർണലൈസേഷൻ. രാത്രിയും പകലും തുല്യമായി വരുന്ന ദിവസങ്ങൾ അറിയപ്പെടുന്നത്. രാത്രിയും പകലും തുല്യമായി വരുന്ന ദിവസങ്ങളാണ് വിഷുവങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. വിഷുവങ്ങൾ. പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്? പിങ്ക് സിറ്റി ജയ്പൂർ ആണ്. ജയ്പൂർ. പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്ന നഗരം ജയ്പൂർ. പ്രസാർ ഭാരതി സ്ഥാപിതമായ വർഷം. പ്രസാർ ഭാരതി 1997 നവംബർ 23 പ്രസാർ ഭാരതി സ്ഥാപിതമായത്. 1997 നവംബർ 23.
വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായിട്ട് ആരംഭിച്ച FM സർവീസ് ഏതാണ്? വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായിട്ട് ആരംഭിച്ച FM സർവീസാണ് ഗ്യാൻവാണി. അടുത്ത ചോദ്യം, കാശിരംഗ നാഷണൽ പാർക്കിലെ സംരക്ഷിത മൃഗം. കാശിരംഗ നാഷണൽ പാർക്കിലെ സംരക്ഷിത മൃഗം ഏതാണ്? ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗമാണ്. ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം. പാകമാവുവാൻ ഏറ്റവും കുറച്ച് ദിവസങ്ങൾ മാത്രം ആവശ്യമായിട്ടുള്ള നെല്ലിനം. പാകമാകുവാൻ ഏറ്റവും കുറച്ച് ദിവസങ്ങൾ മാത്രം ആവശ്യമായിട്ടുള്ള നെല്ലിനം ഞവരയാണ്. ഞവര. ഓക്സിജന്റെ അറ്റോമിക സംഖ്യ എത്രയാണ്? ഓക്സിജന്റെ 8 ഓക്സിജന്റെ അറ്റോമിക സംഖ്യ. ദേവഭൂമി എന്നറിയപ്പെടുന്ന സംസ്ഥാനം. ദേവഭൂമി ഉത്തരാഖണ്ഡാണ്. ഉത്തരാഖണ്ഡ്. ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയ ജയിൽ ഏതാണ്? ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയത് ലാഹോറിലാണ്. ലാഹോർ. ശരീരത്തിലെ ജലത്തിന്റെ അളവ് ക്രമീകരിക്കുന്ന ഹോർമോൺ. ശരീരത്തിലെ ജലത്തിന്റെ അളവ് ക്രമീകരിക്കുന്നത് വാസോപ്രസിൻ. വാസോപ്രസിൻ. ജനകീയ പദ്ധതി എന്നറിയപ്പെട്ട പഞ്ചവത്സര പദ്ധതി ഏതാണ്? ജനകീയ പദ്ധതി എന്നറിയപ്പെട്ടത് 9ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്. 9ാം പഞ്ചവത്സര പദ്ധതി. ബോൾ ആകൃതിയിലുള്ള കാർബണിന്റെ പൂർണ്ണാന്തരം. ബോൾ ആകൃതിയിലുള്ള കാർബണിന്റെ രൂപാന്തരമാണ് ഫുള്ളറി. ഫുള്ളറി. ത്വക്കിനും രോമത്തിനും മൃദുത്വം നൽകുന്ന ദ്രാവകം. ത്വക്കിനും രോമത്തിനും മൃദുത്വം നൽകുന്ന ദ്രാവകം സീബമാണ്. സീബം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏത്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരൾ. ശുക്രന്റെ പരിക്രമണ കാലം എത്രയാണ്? ശുക്രന്റെ പരിക്രമണ കാലം 224 ദിവസങ്ങളാണ്. 224 ദിവസങ്ങൾ. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം. വന്യജീവി സങ്കേതം ആദ്യത്തേത് പെരിയാർ വന്യജീവി സങ്കേതമാണ്. പെരിയാർ വന്യജീവി സങ്കേതം. ഹിമാലയൻ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ഏതാണ്? ബ്രഹ്മപുത്രയാണ്. ബ്രഹ്മപുത്ര. കൃത്രിമ മഴ പെയ്യ്ക്കാൻ ഉപയോഗിക്കുന്ന സംയുക്തം. കൃത്രിമ മഴ സിൽവർ അയഡൈഡ് ആണ്. സിൽവർ അയഡൈഡ്. കൃത്രിമ മഴ പെയ്യ്ക്കാൻ ഉപയോഗിക്കുന്ന സംയുക്തമാണ് സിൽവർ അയഡൈഡ്. സ്ലിം ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം. സ്ലിം ഡിസീസ് എന്നറിയപ്പെടുന്നത് എയ്ഡ്സ് ആണ്. എയ്ഡ്സ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി തൈറോയിഡ് ഗ്രന്ഥിയാണ്. തൈറോയിഡ് ഗ്രന്ഥി. അത്യുൽപാദന ശേഷിയുള്ള സങ്കരയിനം കുരുമുളക് ഏത്? അത്യുൽപാദന ശേഷിയുള്ള സങ്കരയിനം കുരുമുളകാണ് പന്നിയൂർ. ചുവന്ന രക്താണുക്കളുടെ ആയുർദൈർഘ്യം. ചുവന്ന രക്താണുക്കളുടെ ആയുർദൈർഘ്യം 120 ദിവസമാണ്. 120 ദിവസം. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം അപവർത്തനമാണ്. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസമാണ് അപവർത്തനം. മഞ്ഞു തിന്നുന്നവൻ എന്നറിയപ്പെടുന്ന കാറ്റ്. മഞ്ഞു തിന്നുന്നവൻ എന്നറിയപ്പെടുന്നത് ചിനൂക്കാണ്. ചിനൂക്ക്. വൈദ്യുതിയുടെ ഏറ്റവും നല്ല ചാലകം വെള്ളി. വൈദ്യുതിയുടെ ഏറ്റവും നല്ല ചാലകമാണ് വെള്ളി. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാൻ. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ച വർഷം 1951. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ച വർഷം 1951. വൈറ്റ് ടാർ എന്നറിയപ്പെടുന്നത്. വൈറ്റ് ടാർ നാഫ്തലിനാണ്. കുടിയേറ്റക്കാരുടെ ജില്ല എന്നറിയപ്പെടുന്നത് ഇടുക്കിയാണ്. ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഏതാണ്? ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ആണ് ബേക്കലൈറ്റ്. ആണി ചുറ്റിക കൊണ്ട് അടിച്ചു കയറ്റുമ്പോൾ പ്രയോഗിക്കപ്പെടുന്ന ബലം ആവേഗബലമാണ്. ആവേഗബലം. ഏറ്റവും സാന്ദ്രത കൂടിയ അലോഹം അയഡിനാണ്. അയഡിൻ. ഇന്ത്യയുടെ പാൽ തൊട്ടി എന്നറിയപ്പെടുന്നത്. ഇന്ത്യയുടെ പാൽ തൊട്ടി എന്നറിയപ്പെടുന്നത് ഹരിയാനയാണ്. ചന്ദ്രനെ കുറിച്ചുള്ള പഠനം. ചന്ദ്രനെ കുറിച്ചുള്ള പഠനമാണ് സെലിനോളജി. സെലിനോളജി എന്നത് ചന്ദ്രനെ കുറിച്ചുള്ള പഠനമാണ്. ഏറ്റവും കൂടുതൽ താപം ആഗിരണം ചെയ്യുന്ന നിറം കറുപ്പാണ്. കറുപ്പ്. വാക്വം ട്യൂബിന്റെ ഏറ്റവും ചെറിയ രൂപം. വാക്വം ട്യൂബിന്റെ ഏറ്റവും ചെറിയ രൂപം
ഡയോഡ് വാക്വം ട്യൂബിൻ്റെ ഏറ്റവും ചെറിയ രൂപം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പഴയ പേരാണ് ഇംപീരിയൽ ബാങ്ക്. ജലത്തിലെ ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുള്ള അനുപാതം 2:1. കാറ്റിനെ കുറിച്ചുള്ള പഠനമാണ് അനിമോളജി. കാറ്റിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് അനിമോളജി. അണ്ണാ യൂണിവേഴ്സിറ്റി നിർമ്മിച്ച ഉപഗ്രഹം അനുസാറ്റ്. ഉപഗ്രഹമാണ് അനുസാറ്റ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ളത് പെരിയാറിലാണ്. ഇന്ത്യൻ പത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ജെയിംസ് അഗസ്റ്റസ് ഹിക്കി. മലയാള ലിപി അച്ചടിച്ച ആദ്യ ഗ്രന്ഥം ഏതാണ്? ഹോർത്തൂസ് മലബാറിക്കസ്. റാവു സാഹിബ് എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ എന്നറിയപ്പെട്ടത് അയ്യത്താൻ ഗോപാലൻ. അവിശ്വാസ പ്രമേയം നേരിട്ട ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി. ലെൻസിന്റെ പവർ അളക്കുവാനുള്ള യൂണിറ്റ് ആണ് ഡയോപ്റ്റർ. പ്രായപൂർത്തിയായ ശേഷം മുളയ്ക്കുന്ന 4 സ്ഥിരദന്തങ്ങൾ അറിയപ്പെടുന്നത് വിവേകദന്തങ്ങൾ. വയനാട്ടിലെ മുത്തങ്ങ വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലെ സംരക്ഷിത മൃഗം ആന. തിരുവിതാംകൂറിൽ ദേശസേവിക സംഘം എന്ന വനിതാ സന്നദ്ധ സേന രൂപീകരിച്ചത് അക്കാമാചെറിയാൻ. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വലിയ നദി ഏതാണ്? കബനി നദിയാണ്. കിഴക്കോട്ടൊഴുകുന്നതിൽ ഏറ്റവും ചെറിയ നദി ഏതാണ്? പാമ്പാറാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴയ പർവ്വതനിര ഏത്? ആരവല്ലി. ഗാന്ധിജിയെക്കുറിച്ച് വള്ളത്തോൾ എഴുതിയ കവിത എൻ്റെ ഗുരുനാഥൻ. മഴക്കോട്ടുകൾ, ടെന്റുകൾ എന്നിവ നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളുടെ ജലപ്രതിരോധ സ്വഭാവത്തിന് കാരണം പ്രതല ബലം. യവനപ്രിയ എന്നറിയപ്പെട്ടിരുന്നത് കുരുമുളക്. APJ അബ്ദുൽ കലാമിന്റെ ആത്മകഥ അഗ്നിച്ചിറകുകൾ. APJ അബ്ദുൽ കലാമിന്റെ ആത്മകഥയുടെ പേര് അഗ്നിച്ചിറകുകൾ. വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കൾ അറിയപ്പെടുന്നത്. വസ്തുക്കളാണ് കുചാലകങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ഡൈനാമോ കണ്ടുപിടിച്ചത് ആരാണ്? മൈക്കൽ ഫാരഡെ. കാപ്പി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വയനാട്ടിലാണ് കാപ്പി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. വയനാട്. ഒരു നക്ഷത്രത്തിന്റെ നിറം സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? അതിന്റെ താപനിലയെയാണ് നക്ഷത്രത്തിന്റെ നിറം സൂചിപ്പിക്കുന്നത്. സ്വാതന്ത്ര്യത്തിന്റെ 50ാം വാർഷികത്തിൽ ആരംഭിച്ച പദ്ധതി. 9ാം വാർഷികത്തിൽ ആരംഭിച്ചത് 9ാം പഞ്ചവത്സര പദ്ധതി. ഇന്ത്യയിൽ പുരാവസ്തു പഠനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ്. ഇന്ത്യയിൽ പുരാവസ്തു പഠനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. ഹരപ്പയിലെ ഉത്ഖനന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ദയാറാം സാഹ്നി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ കോശം ഏതാണ്? നാഡീകോശം. ചുവന്ന രക്താണുക്കൾ അരിവാളിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന അസുഖം. സിക്കിൾ സെൽ അനീമിയ.
വ്യക്തമായ കാഴ്ച ലഭിക്കുന്നതിന് ഒരു വസ്തുവും കണ്ണും തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എത്ര സെന്റിമീറ്റർ ആയിരിക്കണം? 25 സെന്റിമീറ്റർ ആയിരിക്കണം. 25 സെന്റിമീറ്റർ. മധ്യകർണത്തിലെ അസ്ഥികളുടെ എണ്ണം എത്ര? മധ്യകർണത്തിലെ അസ്ഥികളുടെ എണ്ണം 3 ആണ്. മധ്യകർണത്തിലെ 3 അസ്ഥികളുടെ പേരുകൾ കമന്റ് ചെയ്യുക. അപ്പം ഇന്ന് രാവിലെ ചെവിയെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് അടങ്ങിയ PSC ബുള്ളറ്റിൻ സ്പെഷ്യൽ ക്വസ്റ്റ്യൻസിൻ്റെ ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ കാണുക. അന്നത്തെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കനാൽ ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കനാല് രാജസ്ഥാൻ കനാലാണ്. ഇപ്പോൾ അറിയപ്പെടുന്നത് ഇന്ദിരാഗാന്ധി കനാൽ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കനാൽ രാജസ്ഥാൻ കനാൽ അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധി കനാൽ. തീർത്ഥാടന ടൂറിസത്തിന്റെ ആസ്ഥാനം എന്നറിയപ്പെടുന്നത് പത്തനംതിട്ടയാണ്. പത്തനംതിട്ട. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ വന്ധ്യവയോധിക എന്ന് വിളിക്കപ്പെട്ടത് ആര്? ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ വന്ധ്യവയോധിക എന്ന് വിളിക്കപ്പെട്ടത് ആനി ബസന്റ് ആണ്. ആനി ബസന്റ്. കേരളത്തിലെ ഏത് വിഭാഗം ആദിവാസികളെ കുറിച്ചാണ് ഗാന്ധിജി യങ് ഇന്ത്യയിൽ ലേഖനം എഴുതിയത്? നായാടുകളെ കുറിച്ചാണ്. ഏതിലാണ്? യങ് ഇന്ത്യയിൽ. ആരാണ്? ഗാന്ധിജി. കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത് നൂറനാടാണ്. കേരളത്തിലെ പക്ഷിഗ്രാമം നൂറനാട്. രാജ്യസഭ അറിയപ്പെടുന്ന മറ്റൊരു പേര്? രാജ്യസഭ അറിയപ്പെടുന്നത് ഉപരിസഭ എന്നാണ്. ലോകസഭ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് അധോസഭ. അധോസഭ എന്നറിയപ്പെടുന്നത് ലോകസഭയും ഉപരിസഭ എന്നറിയപ്പെടുന്നത് രാജ്യസഭയുമാണ്. ഒരു ധനബില്ല് ആദ്യം അവതരിപ്പിക്കേണ്ടത് എവിടെയാണ്? ഒരു ധനബില്ല് ആദ്യം അവതരിപ്പിക്കേണ്ടത് ലോകസഭയിലാണ്. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നത് രാജ്യസഭ. മനുഷ്യരിലെ രാസസന്ദേശവാഹകർ എന്നറിയപ്പെടുന്നത് ഹോർമോണുകൾ. സോപ്പ് ചേർക്കുമ്പോൾ ജലത്തിന്റെ പ്രതലബലത്തിന് സോപ്പ് ചേർക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? കുറയുന്നു. പ്രതലബലം കുറയുന്നു. കേരളത്തിൽ കളിമണ്ണ് നിക്ഷേപം ഏറ്റവും അധികമുള്ള സ്ഥലം ഏതാണ്? കളിമണ്ണ് നിക്ഷേപം ഏറ്റവും അധികമുള്ളത് കുണ്ടറയാണ്. കൊല്ലം ജില്ലയിലെ കുണ്ടറ. ലോകബാങ്കിന്റെ ആപ്തവാക്യം. ലോകബാങ്ക് ദാരിദ്ര്യരഹിതമായ ഒരു ലോകത്തിനു വേണ്ടി എന്ന ആപ്തവാക്യം ഏതിൻ്റെതാണ് എന്ന് ചോദിക്കാം. ഓപ്ഷൻസിൽ വേറെ തന്നിട്ട് ഏതിൻ്റെതാണ്? ലോകബാങ്കിൻ്റെതാണ്. കേരളത്തിലെ കോർപ്പറേഷനുകളിൽ സമുദ്ര സാമീപ്യമില്ലാത്തത് ഏത്? തൃശ്ശൂരാണ്. തൃശ്ശൂർ. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യം, മൺസൂൺ കാലത്ത് മാത്രം ഒഴുകുന്ന ഇന്ത്യയിലെ നദി ഏതാണ്? മൺസൂൺ കാലത്ത് മാത്രം ഇന്ത്യയിൽ ഒഴുകുന്നത് ഗഗ്ഗറാണ്. ഗഗ്ഗർ നദിയാണ്. അപ്പോൾ 100 ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് എത്ര ചോദ്യത്തിന് ഉത്തരം കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്